തൃശൂരിൽ വ്യാപാരിയെ ഭീഷണിപ്പെടുത്തി ഇന്നോവ കാർ തട്ടിയെടുത്തു. കുഴൽപ്പണക്കടത്തുകാർ എന്ന് തെറ്റിദ്ധരിച്ചാണ് വ്യാപാരിയുടെ വാഹനം തട്ടിയെടുത്തത്. കാർ പിന്നീട് പുതുക്കാട് ഉപേക്ഷിച്ചു. MS ലിഷോയ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ലിഷോയ്, ഈ കാർ തട്ടിയെടുത്തവരെ പിടികൂടിയോ? കാറ് തട്ടിയെടുത്ത 4 പേരെ പിടികൂടിയതായാണ് സൂചന. ഈ തട്ടിയെടുത്തത് പാലക്കാട് നിന്നാണ്. പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് ഈ കാറ് തട്ടിയെടുത്തത്. കുഴൽപ്പണ സംഘം എന്നുള്ള അത് കുഴൽപ്പണം കടത്തുന്ന സംഘം എന്നുള്ള രീതിക്ക് അതാണെന്ന് കരുതിയാണ് ഒരു സംഘം ക്രിമിനലുകൾ ഈ കാറ് തട്ടിയെടുത്തത്. ഈ കാറിലുണ്ടായിരുന്ന വ്യാപാരിയെ ഉൾപ്പെടെ പിന്നീട് വഴിയിൽ വെച്ച് ഇറക്കി വിടുകയാണ് ഉണ്ടായത്. ഇയാളുടെ പക്കലുണ്ടായിരുന്ന ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നവരുടെ പക്കലുണ്ടായിരുന്ന 3 ഐഫോണുകളും അതുപോലെ തന്നെ 15,000 രൂപയും ഈ സംഘം തട്ടിയെടുത്തു. അതിനുശേഷം പിന്നീട് ഇവരെ ഈ കാറിൽ ഇത്തരത്തിൽ പണവും സ്വർണവും ഉണ്ട് എന്നുള്ള ഒരു അങ്ങനെയാണ് കരുതിയിരുന്നത്. ഈ കരുതലിൻ്റെ ഭാഗമായി പിന്നീട് ഇവർ ഈ തട്ടിയെടുത്ത സംഘം പുതുക്കാടുള്ള ഒരു ക്വാറിയുടെ പരിസരത്തേക്ക് ഈ വാഹനം എത്തിക്കുകയായിരുന്നു. തുടർന്ന് ഈ ഏതെങ്കിലും രഹസ്യ അറകളിൽ പണമോ സ്വർണമോ ഉണ്ടോ എന്നുള്ളൊരു സംശയത്തെ തുടർന്ന് ഈ കാറിൻ്റെ പല ഭാഗങ്ങളും കുത്തിപ്പൊളിച്ചു. പക്ഷേ ഒന്നും ലഭിക്കാത്ത ആയതോടുകൂടി ആ കാർ അവിടെ ഉപേക്ഷിച്ച് ഈ സംഘം അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിൽ മലപ്പുറം സ്വദേശികളുടെ കാറാണ് ഇതൊന്ന് വ്യക്തമാവുകയും പിന്നീട് പാലക്കാട് ഇത്തരത്തിലൊരു കവർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളത് അറിയുകയും ചെയ്തു. അങ്ങനെ പാലക്കാട് നോർത്ത് പോലീസ് ഈ പ്രതികളിൽ 4 പേരെ പിടികൂടിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഈ പ്രതികളുടെ പേരുവിവരങ്ങൾ ഇതുവരേക്കും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇനിയും ഈ കേസിൽ പ്രതികളെ പിടികൂടാനുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ശരി.